50 ദിവസം കൊണ്ട് പി എസ് സിയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് കവർ ചെയ്യുന്നത് SCERTയുടെ ബേസിക് സയൻസ് 6ാം ക്ലാസ്സിലെയാണ്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, പിന്നെ പോർച്ചുഗീസ് ആഗമനം, പിന്നെ MEM പ്ലസ് കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ ഡേ 57 ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം നോട്ട് എഴുതി വെച്ചത് അതായിരിക്കും പറയാൻ പോകുന്നത്. ആർക്കെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് നോക്കുക, ടോപ്പിക്ക് പഠിച്ചിട്ട് വരിക. അതായിരിക്കും അതിനുശേഷം ഇത് കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരമായി വരിക. അല്ല എങ്കിൽ ഇത് മാത്രം കേൾക്കുകയാണ് എങ്കിൽ ഇതിൽ പോയിന്റ്സ് മാത്രമായിട്ടാണ് പറയുക. അപ്പോൾ നിങ്ങൾക്കത് മതിയെങ്കിൽ അങ്ങനെയാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. 6ാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ളതാണ്. അതിൽ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഈ 3 കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഊർജ്ജം നൽകുവാനുള്ളതാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിൽ പറഞ്ഞിട്ടുണ്ട് നാരുകളിലും കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ ശരീരം നിർമ്മിക്കാനും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കുമാണ് പ്രോട്ടീൻ ഉപകാരപ്പെടുന്നത്. ശരീരം നിർമ്മിക്കാനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട്. പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കറും മരാസ്മസും. 2 രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. പിന്നെ മൂന്നാമത്തതാണ് ഫാറ്റ് കൊളസ്ട്രോളിലൂടെയാണ് ലഭിക്കുന്നത്. അടുത്തത് കുറച്ച് വിറ്റാമിൻസിൻ്റെ പേര് പറഞ്ഞിട്ട് ആ വിറ്റാമിൻ എന്തിനൊക്കെയാണ്, ഏതൊക്കെ ശരീരഭാഗങ്ങൾക്കാണ് ഉപകാരമായി വരുന്നതെന്നാണ്. വിറ്റാമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയ്ക്ക് ആണ് ഉപകാരമായി വരുന്നത്. എന്നിവയുടെ വളർച്ചയ്ക്കും അതിൻ്റെ ആരോഗ്യത്തിനുമാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡി, ഹൃദയം, ത്വക്ക്. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡി, ഹൃദയം, ത്വക്ക്. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴൽ, രോഗപ്രതിരോധ ശേഷി. ഇതിനൊക്കെ വിറ്റാമിൻ സി നല്ലതാണ്. വിറ്റാമിൻ ഡി എല്ല്, പല്ല്, രോഗപ്രതിരോധം. ഇതിനും വിറ്റാമിൻ ഡി ആണ് വേണ്ടത്. വിറ്റാമിൻ ഇ നാഡികൾ ആണ് മെയിനായിട്ട് വിറ്റാമിൻ ഇ. വിറ്റാമിൻ കെ മുറിവിൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ് വിറ്റാമിൻ കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. വിറ്റാമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡി, ഹൃദയം, ത്വക്ക്. ത്വക്ക് ഇപ്പോൾ 2നും പറഞ്ഞു. വിറ്റാമിൻ എയും ബിയും ത്വക്കിന് നല്ലതാണ്. നാഡി വിറ്റാമിൻ ബിയും. വിറ്റാമിൻ ഇ സ്പെസിഫിക് ആയിട്ട് നാഡികൾക്ക് വേണ്ടി മാത്രമാണ് വിറ്റാമിൻ ഇ. പക്ഷേ വിറ്റാമിൻ ബി തലച്ചോറ്, നാഡി, ഹൃദയം, ത്വക്ക്. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴൽ, രോഗപ്രതിരോധ ശേഷി. വിറ്റാമിൻ ഡിയും രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്. പിന്നെ എല്ലിനും പല്ലിനും മെയിനായിട്ടുള്ളത് വിറ്റാമിൻ ഡി ആണ്. പിന്നെ വിറ്റാമിൻ കെ മുറിവ് രക്തം കട്ട പിടിക്കാൻ. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത്. വിറ്റാമിൻ ബി കോംപ്ലക്സ് കോശത്തിൻ്റെ ആരോഗ്യത്തിനും RBCയുടെ വളർച്ചയ്ക്കും, പിന്നെ കാഴ്ചശക്തി, നാഡീപരമായ കാര്യങ്ങൾ, ഹൃദയത്തിന്, ഇതിനെല്ലാം RBC ബി കോംപ്ലക്സ് നല്ലതാണ്. ബി കോംപ്ലക്സ് നല്ലതാണ്. ഇനി മിനറൽസ് എന്നതിൽ വരുന്നതാണ് അയൺ, കാൽസ്യം, അയോഡിൻ. ഈ 3 എണ്ണത്തിനെയും പറ്റിയുമാണ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അയൺ അടങ്ങിയത് ഹീമോഗ്ലോബിനിൽ അയൺ ഉണ്ട്. RBCയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വരവിനും പോക്കിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ അയൺ വേണം. അയൺ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന രോഗമാണ് അനീമിയ. ഇനി കാൽസ്യം എന്ന് പറഞ്ഞ മിനറലാണ് എല്ലിനും പല്ലിനും ആവശ്യമാണ്. അതുപോലെ തന്നെ അയഡിൻ ആണ് കടൽ വിഭവങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അയഡിൻ ഗോയിറ്റർ, ഇതിന് തൊണ്ടമുഴ ഡെഫിഷ്യൻസി, അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ. ഇനി വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് നിശാന്തത. നിശാന്തത എന്ന് പറയുന്നത് ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലുമുള്ള കാഴ്ചക്കുറവാണ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് വായ്പുണ്ണ്, പിന്നെ ഗ്ലോസിറ്റിസ് എന്ന് പറയും. ഗ്ലോസിറ്റിസും വായ്പുണ്ണും വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് മോണയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നത്. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് കണ എന്ന രോഗം. വിറ്റാമിൻ ഡി എല്ലിനും പല്ലിനും ഒക്കെയാണ്
അപ്പോൾ കണ എന്ന രോഗം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇനി അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ. അയൺ മിനറലാണ്, അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അനീമിയ വരുന്നു. അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഗോയിറ്റർ വരുന്നു. കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. അതായത് എല്ല് ദുർബലമാകുന്ന രോഗത്തിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. പിന്നെ സമീകൃത ആഹാരം എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലേറ്റിൽ പഴം പച്ചക്കറികളുടെ ഗ്രാം ഏതാണ് റേഷ്യോ കറക്റ്റായിട്ടുള്ളതെന്ന് ഒരു PSC ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അത് നോക്കാം. പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, 400 ഗ്രാം. പിന്നെ 100 ഗ്രാം പഴം. പയർ അഥവാ മുട്ട, മത്സ്യം, മീറ്റ് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ 85 ഗ്രാമാണ്. പാല് 300 ml. നട്ട്സ് 30 ഗ്രാം. കൊഴുപ്പ് 27 ഗ്രാം. ധാന്യം 260 ഗ്രാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട പച്ചക്കറി 400 ഗ്രാമാണ്. ധാന്യം എന്ന് പറയുന്നത് 260 ഗ്രാം. പിന്നെ പഴങ്ങൾ 100 ഗ്രാം. പാല് 300 ml. പിന്നെ ഏതെങ്കിലും പ്രോട്ടീൻ 85 ഗ്രാം. നട്ട്സ് 30 ഗ്രാം. കൊഴുപ്പ് 27 ഗ്രാം. ഇതാണ് ഐഡിയൽ പ്ലേറ്റിൻ്റെ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി പുരുഷന്മാർക്ക് ഊർജം എത്ര കലോറി വേണം? 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജമാണ് പുരുഷന്മാർക്ക് ആവറേജ് വേണ്ടത്. സ്ത്രീകൾക്കാവട്ടെ 1600 to 2000 കലോറി സ്ത്രീകൾക്ക് പറയുന്നത്. കുട്ടികൾക്ക് 1200 മുതൽ 1400 കലോറി വരെയാണ് പറയുക ഊർജ്ജം വേണ്ടത്. 1900 മുതൽ 2400 കലോറി വരെയാണ് പുരുഷന്മാർക്ക്. 1600 to 2000 കലോറിയാണ് സ്ത്രീകൾക്ക്. കുട്ടികൾക്ക് 1200 മുതൽ 1400 കലോറി വരെ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് കാന്തിക ലോകത്തെ അത്ഭുതം എന്നാണ് പേര്. കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവയാണ് കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്. എന്നാൽ അകാന്തിക വസ്തുക്കളാണ് സ്വർണം, മരം എന്നിവ. സ്വർണവും മരവും അകാന്തികമാണെന്ന് ഓർത്തിരിക്കുക. കാന്തിക വസ്തുക്കളാണ് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്. ഇനി കാന്തിക ബലം എന്ന് പറയുന്നത് കാന്തം പ്രയോഗിക്കുന്ന ബലമാണ്. എന്നാൽ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെ ആണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അത് അദൃശ്യമായിരിക്കും. ഇനി കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കളാണ് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയേൺ. അൽനിക്കോയും അയേണും കൂടി ചേർത്തിട്ടാണ് കാന്തം സാധാരണയായി നിർമ്മിക്കുന്നത്. എന്നാൽ സമേരിയം, കൊബാൾട്ട്, അയേൺ, റബ്ബർ, നിയോഡീമിയം എന്ന് പറയുന്ന വസ്തുക്കളും ഉപയോഗിക്കാറുണ്ട്. സമേരിയം, കൊബാൾട്ട്, അയൺ, റബ്ബർ, നിയോഡീമിയം. ഇതിൽ നിയോഡീമിയം എന്ന് പറയുന്നത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തി, കാന്തിക ശക്തി കൂടുതലുള്ളത് നിയോഡീമിയത്തിനാണെന്ന് ഓർത്തിരിക്കുക. ഇനി ബാർ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിലായിരിക്കും ഒരു വൈറ്റ് സ്പോട്ട് മനസ്സിലാകാൻ വേണ്ടി നോർത്ത് പോളിൽ ഒരു വൈറ്റ് സ്പോട്ട് ഇട്ടിട്ടുണ്ടാവും. ഇനി ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണെന്ന് ഓർത്തിരിക്കുക. ഭൂമിയുടെ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണെന്ന് ഓർത്തിരിക്കുക. ഇനി സ്ഥിരകാന്തത്തിന് ഉദാഹരണമാണ് ലോഡ് സ്റ്റോൺ. ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് സ്ഥിരകാന്തമാണ്. ഇനി ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആ കാന്തിക അതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. ഇനി ആണി കാന്തമാകുകയും കാന്തിക ശക്തി അതുമൂലം ലഭിക്കുന്ന ആ കാന്തിക ശക്തി താൽക്കാലികമാണ്. കാരണം വൈദ്യുതി കടന്നു പോകുന്നത് കൊണ്ട് കിട്ടുന്നതാണ് ആ ശക്തി, അത് താൽക്കാലികമാണ്. ഇത്രയാണ് കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അടുത്ത ചാപ്റ്റർ നിവർന്നു നിൽക്കാം എന്ന് പറയുന്നതാണ്. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്, അതുകൊണ്ട് അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്, അതുകൊണ്ടാണ് അവയ്ക്ക് പറക്കാൻ കഴിയുന്നത്. അസ്ഥിയിൽ വായു അറകളുണ്ട്. ഇനി നമ്മുടെ തലയോടിൽ 22 അസ്ഥികളുണ്ട്. മനുഷ്യൻ്റെ തലയോട്ടിയിൽ 22 അസ്ഥികളാണുള്ളത്. നട്ടെല്ലിൽ 33 കശേരുക്കളുണ്ട്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. 22 അസ്ഥികളാണ് തലയോടിലുള്ളത്. വാരിയെല്ല് 12 ജോഡിയാണ്, 24 എണ്ണമുണ്ട്. ഓരോ കയ്യിലും 32 അസ്ഥിയാണുള്ളത്. 32 അസ്ഥിയാണ് ഓരോ കയ്യിലും ഉള്ളത്. ഒരു കാലിൽ 31 അസ്ഥിയാണ് ഉള്ളത്. ഇനി ജനന സമയത്ത് 300 അസ്ഥി വരെ ഉണ്ടാകും. അതിനുശേഷം അത് 206 മാറും. ജനന സമയത്ത് 300 അസ്ഥി ഉണ്ടാകും. അതിനുശേഷമാണ് 206 അസ്ഥിയായിട്ട് മാറുന്നത്. മാറലിൽ ഒറ്റ അസ്ഥിയാണെന്ന് ഓർത്തിരിക്കുക.
എന്നോട് പറയാം. തലയോട് 22 അസ്ഥി, നട്ടെല്ല് 33 കശേരുകൾ, വാരിയെല്ല് 12 ജോഡി, ഓരോ കൈയും 32 അസ്ഥി, ഒരു കാല് 31 അസ്ഥി. ജനന സമയത്ത് 300 അസ്ഥി ഉണ്ടാവും, പിന്നീട് അത് 206 ആവും. മാറല് ഒരസ്ഥി. ഇനി അസ്ഥിസന്ധിയുണ്ട്. അസ്ഥിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്, അസ്ഥികൾ സന്ധിക്കുന്നത്. അങ്ങനെ വിജാഗിരി സന്ധിയുണ്ട്. അങ്ങനെ രണ്ട് അസ്ഥികൾ തമ്മിൽ സന്ധിക്കുന്നതിനെ വിജാഗിരി സന്ധിയുണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയും, പിവോട്ട് സന്ധിയുണ്ട്. അങ്ങനെ 3 തരത്തിലാണ് സന്ധികൾ ജോയിൻ ചെയ്യുന്ന ഭാഗം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വിജാഗിരി സന്ധി കൈമുട്ട്, കാൽമുട്ട്. വിജാഗിരി ഒരു ഭാഗത്തേക്ക് മാത്രമല്ലേ നിവർത്താൻ പറ്റുള്ളൂ, വാതലൊക്കെ, അത് ഓർത്താൽ മതി. വിജാഗിരി സന്ധി കൈമുട്ട്, കാൽമുട്ടുമാണ്. ഇനി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത് തോളെല്ലും ഇടുപ്പെല്ലുമാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. കഴുത്തൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇടുപ്പും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഇനി പിവോട്ട് സന്ധി എന്ന് പറയുന്നതാണ് കഴുത്തിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് പിവോട്ട് സന്ധി. ഓർത്തിരിക്കുക, ഇടുപ്പ് വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ആണ്, തോള് വരുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. പിവോട്ട് സന്ധി എന്ന് പറയുന്നത് കഴുത്താണ്. ഇനി അസ്ഥിഭംഗം. അസ്ഥിഭംഗം എന്ന് പറയുന്നത് എല്ല് പൊട്ടുന്നതിനെയാണ്. അത് 3 തരത്തിൽ പൊട്ടുന്നത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ ഫ്രാക്ചർ, അത് പൊട്ടലുണ്ടാവും, ഒടിവുണ്ടാവും, ചിലപ്പോൾ സ്ഥാനമാറ്റം ഉണ്ടായേക്കാം. അങ്ങനെയുള്ളതൊക്കെ സിമ്പിൾ ഫ്രാക്ചറിലാണ് വരുന്നത്. കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥി പൊട്ടിയിട്ട് മാംസപേശികളെ തുളച്ചു പുറത്തേക്ക് വരുന്നതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ. പുറത്തേക്ക് വരുന്നതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ അഥവാ സങ്കീർണ ഫ്രാക്ചർ എന്ന് പറയുന്നത് അസ്ഥി ഒടിഞ്ഞിട്ട് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നതാണ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത്. ഉള്ളിലേക്കാണ് വരുന്നതെങ്കിൽ കോംപ്ലിക്കേറ്റഡ്, പുറത്തേക്ക് അസ്ഥി പൊട്ടിയിട്ട് പുറത്തേക്ക് തുളഞ്ഞു വരികയാണെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചറാണ്. ബാക്കിയുള്ള പൊട്ടൽ, ഒടിവ്, സ്ഥാനമാറ്റം ഒക്കെ സിമ്പിൾ ഫ്രാക്ചറാണ്. ഇനി എക്സ്റേ കണ്ടുപിടിക്കുന്നത് 1895 ജർമ്മൻ സയൻറ്റിസ്റ്റായ വിൽഹെം കോൺറാഡ് റോൺജൻ എന്ന് ഓർത്തിരിക്കുക. ജർമ്മൻ സയൻറ്റിസ്റ്റായ റോൺജൻ, ജർമ്മൻ, 1895, ഒരു 5 വർഷം കഴിഞ്ഞിരുന്നെങ്കിൽ 1900 എക്സ്റേ കണ്ടുപിടിച്ചത്. ഇനി ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്, ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ചെവിയിലെ അസ്ഥി. ഇനി ആമ, മുതല, ചീങ്കണ്ണി ഇവർക്കൊക്കെ ആന്തരിക അസ്ഥികൂടവും ഉണ്ട്, ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. വെള്ളത്തിലും കരയിലും കിടക്കാൻ പറ്റും. അതുകൊണ്ട് ആമ, മുതല, ചീങ്കണ്ണിക്ക് ആന്തരികവും ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. ഇനി അടുത്ത ചാപ്റ്ററാണ് പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൻ്റെ അകത്ത് പൂവിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട്. പൂഞ്ഞെട്ട്, പെഡിസിൽ എന്നാണ് പറയുന്നത്. അത് പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. പുഷ്പാസനം അഥവാ തലാമസ് എന്ന് പറയുന്നത് അത് ഇരിക്കുന്ന സ്ഥലമാണ്. വിതളപുടം, അതാണ് പൂമുട്ട് പൊതിഞ്ഞിരിക്കുന്നത്, അതിനെയാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഒരു ഇച്ചിരി മെലിഞ്ഞിട്ട് ഉള്ള, അതായത് നമ്മുടെ ഇതളുകളുടെ ഏറ്റവും താഴെയായിട്ട് സ്റ്റാർ പോലെ, അത് പൂമൊട്ടായിരിക്കുമ്പോൾ നമ്മളൊരു പച്ച പുറത്തുണ്ടാവുമല്ലോ, അതാണ് വിതളപുടം. ഇനി ദളപുടം എന്ന് പറയുന്നത് ദളങ്ങൾ ചേർന്നതാണ്, അതായത് ഇതളിനെയാണ് ദളപുടം എന്ന് പറയുന്നത്. വിതളം എന്ന് പറയുന്നത് ഇതളിൻ്റെ താഴെയുള്ളതാണ്. ഇനി കേസരപുടം എന്ന് പറയുന്ന ആൺ ഭാഗമാണ് കേസരപുടം. ജനിപുടം എന്നതാണ് പെൺഭാഗത്തെ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയുണ്ട്? പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഒത്തിരിക്കും പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്ന ആ ഭാഗമാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. പുഷ്പാസനം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ്, അത് ഇരിക്കുന്നത്. പുഷ്പാസനം എല്ലാം കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് പുഷ്പാസനം. അടുത്ത ഒരു പൂർണ്ണ പുഷ്പം അഥവാ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിതളപുടം, അതായത് പൂമുട്ട് പൊതിഞ്ഞിരിക്കുന്ന വിതളപുടം ഉണ്ടായിരിക്കണം. ദളപുടം, ഇതളം ഉണ്ടായിരിക്കണം, ഇതളുകൾ ഉണ്ടായിരിക്കണം. പിന്നെ കേസരപുടവും ജനിപുടവും എന്നിവയുള്ള പൂവുകൾ, ഈ 4 മതി. ജനിപുടവും കേസരപുടവും എന്തായാലും ഉണ്ടായിരിക്കണം, മെയിൽ ഫീമെയിൽ ഉണ്ടായിരിക്കണം. ദളപുടം, ഇതളുണ്ടായിരിക്കണം. പിന്നെ വിതളപുടവും ഉണ്ടായിരിക്കണം, പൂമുട്ട് പൊതിഞ്ഞിരിക്കുന്ന ആ പച്ച കളറുള്ള അതും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഫ്ലവർ അഥവാ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. ഇനി നീലക്കുറിഞ്ഞിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നീലക്കുറിഞ്ഞി
12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കത്തുള്ളൂ. ഓഗസ്റ്റ് ഒക്ടോബർ സമയത്താണ് പൂക്കുന്നത്. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഓണത്തിൻ്റെ സമയം മൊത്തമാണ്. ഓഗസ്റ്റ് ഒക്ടോബർ സമയത്ത് അതായത് മീൻ സീ ലെവലിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലുള്ള സ്ഥലത്താണ് ഇത് ഉണ്ടാകുന്നത്, നീലക്കുറിഞ്ഞി. ഓക്കെ, പിന്നെ പറയുന്നത് പൂവിലെ കേസരം എന്ന ഭാഗത്തെ പറ്റിയാണ്. ജെനി എന്ന ഭാഗത്തെ പറ്റി പറയുന്നത്. കേസരം എന്ന ഭാഗത്ത് തന്തുകമാണ് ഫിലമെന്റ് എന്ന് പറയുന്നത് തന്തുകം. പരാഗി ആണ് ആന്തർ. ആ പൊടിഞ്ഞിരിക്കുന്ന അതാണ് ആന്തർ എന്ന് പറയുന്നത്. ഇനി ജെനി എന്ന് പറയുന്നത് പരാഗണ സ്ഥലമാണ്. സ്റ്റിഗ്മ എന്ന് പറയും. ചെമ്പരത്തി പൂവിൻ്റെ റെഡ് കളറുള്ള ഭാഗമാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഈ പരാഗി, അതായത് ആ പൊടി പോലത്തെ സാധനങ്ങൾ പൂമ്പാറ്റയും കഴിച്ചിട്ട് അത് തൊട്ടിട്ട് ഈ ജെനിയിൽ പോയിരിക്കും. അങ്ങനെയാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ജെനി ദണ്ടാണ്. അതായത് കേസരം എന്ന ഭാഗത്ത് എന്ന മെയിൽ പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് തന്തുകവും പരാഗിയും. ഫിലമെൻറ്റും ആന്തറുമാണ് കേസരം എന്ന മെയിൽ പാർട്ടിൽ വരുന്നത്. ജനികുടം എന്ന ഫീമെയിൽ പാർട്ടിൽ വരുന്നതാണ് പരാഗണ സ്ഥലം ഉണ്ടാവും, സ്റ്റിഗ്മ. ജനി ദണ്ട് ഉണ്ടാവും, ഒരു വാല് പോലത്തെ ഭാഗം ഉണ്ടാവും. അണ്ടാശയം, അതിൻ്റെ അടിയിലായിട്ട് ഓവറി അഥവാ അണ്ടാശയം ഉണ്ടാവും. ഇത് മൂന്നും കൂടെ കൂടിയതാണ് ജനികുടം. കേസരകുടത്തിൽ തന്തുകവും പരാഗിയും, ജനിയിൽ പരാഗണ സ്ഥലവും ജനിദണ്ടും അണ്ടാശയം മൂന്നെണ്ണം ഉണ്ടാവും. ഇനി ഏകലിംഗ പുഷ്പവും ദ്വിലിംഗ പുഷ്പവും ഉണ്ട്. ഏകലിംഗ പുഷ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസരകുടം, ജനികുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പം എന്ന് പറയുന്നത്. പാവല് ഒരു ചെടിയിൽ തന്നെ 2-3 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാവും. ആ മഞ്ഞപ്പൂവിൻ്റെ താഴേക്ക് ഒരു വാല് പോലെ പാവയ്ക്കായ കാണാൻ പറ്റും നമുക്ക്. അത് ചിലതിൽ കാണത്തില്ല. അപ്പോൾ ഇല്ലാത്തത് നമുക്കറിയാം മെയിലാണ്, അതിൽ പാവയ്ക്ക ഉണ്ടാവില്ല എന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ഇത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് പൂക്കളിലാണ് കാണുന്നത്. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഒരു പൂവിൽ കാണുള്ളൂ. ഓക്കെ, അതിനെയാണ് ഏകലിംഗ പുഷ്പം എന്ന് പറയുന്നത്. ദ്വിലിംഗ പുഷ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുന്നു. ചെമ്പരത്തി പൂവാണ് എക്സാമ്പിൾ. അപ്പോൾ ചെമ്പരത്തിപ്പൂവും പാവലിൻ്റെ പൂവും ഓർമ്മ വെച്ചാൽ മതി. ഏകലിംഗ പുഷ്പവും ദ്വിലിംഗ പുഷ്പവും. ഇനി ആൺപൂക്കളും പെൺപൂക്കളും വേറെ വേറെ ചെടിയിൽ കാണുന്നതിനെയാണ് ഏകലിംഗ സസ്യം എന്ന് പറയുന്നത്. ഏകലിംഗ സസ്യം ആ സസ്യത്തിലേ ഇല്ല. ആ ഒരു സസ്യത്തിൽ ഒരൊറ്റ ലിംഗം മാത്രമേ കാണുള്ളൂ. ഏകലിംഗ സസ്യം, ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയും. അത് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായേൻ്റെ ഒക്കെ മരം തന്നെ മുളയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കായ്ക്കത്തില്ല. അപ്പോൾ അത് ആൺകപ്പളമായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഒരു പെൺകപ്പളം കായ്ക്കാതിരുന്നാൽ അതിൻ്റെ അടുത്തൊരു ആൺകപ്പളം ഉണ്ടെങ്കിലേ അത് കായ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പം ആ ഒരു എൻ്റെ സസ്യത്തിൽ ഒരൊറ്റ ലിംഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ദ്വിലിംഗ സസ്യം എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൽ തന്നെ ആൺപൂവും പെൺപൂവും കാണുന്നതിനെയാണ് ദ്വിലിംഗ സസ്യം എന്ന് പറയുന്നത്. തെങ്ങ്, പടവലം, കുമ്പളം, മത്തൻ, വെള്ളരി. മത്തൻ, കുമ്പളം, പടവലം, വെള്ളരി, പിന്നെ തെങ്ങും ദ്വിലിംഗ സസ്യമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പരാഗണം. ഏകലിംഗ സസ്യത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ. ഇനി പരാഗണം. പരാഗ രേണു പരാഗണ സ്ഥലത്തെത്തുന്നതാണ്. പരാഗിയിൽ നിന്നും പരാഗണ രേണു പൂമ്പൊടി പരാഗണ സ്ഥലത്ത് എത്തുന്നതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. സ്വപരാഗണവുമുണ്ട്, പരപരാഗണവുമുണ്ട്. സ്വപരാഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവിലെ പരാഗരേണുക്കൾ, അതായത് ഒരു പൂവിലെ പൂമ്പൊടി അതേ പൂവിലെയോ അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിലെയോ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. ഒരു ചട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഓർത്തിരിക്കുക. ഒരു ചട്ടിയിൽ ഒരു ചെടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളെയാണ് സ്വപരാഗണം എന്ന് പറയാം. ആ ചട്ടിയിലുള്ള ഒരു ചെടിയിലെ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിലെ മറ്റൊരു, അതായത് ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിലെ, ഇപ്പോൾ ചെമ്പരത്തി പൂവിൽ തന്നെ പരാഗരേണു ഉണ്ടല്ലോ, പൂമ്പൊടി ഉണ്ടല്ലോ, പൂമ്പൊടി അതിൻ്റെ ജനികുടത്തിൽ പോയിരിക്കുന്നു. അതിനെ സ്വപരാഗണം എന്ന് പറയാം. അല്ലെങ്കിൽ പാവല് പോലെ ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെടി ഉണ്ടെന്ന് വിചാരിക്കും, ഒരു പാവല്. ആ പാവലിലെ ആൺപൂവിൽ നിന്ന് പെൺപൂവിലേക്ക് വന്നാലും മതി. പക്ഷെ അതൊരു ചെടിച്ചട്ടിയിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ സ്വപരാഗണം എന്ന് പറയും.
പരപരാഗണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം എന്ന് പറയുന്നത്. ഇപ്പം 2 പാവലുണ്ട് എങ്കിൽ ഇവിടുത്തെ പാവലിലെ ആൺപൂവിൽ നിന്നും പോയി അപ്പുറത്തെ ചെടിച്ചട്ടിയിലെ പെൺപൂവിൽ പോയി ആ പരാഗരേണു പതിക്കുകയാണ് എങ്കിൽ അതിന് പരപരാഗണം എന്ന് പറയുന്നു. അതായത് ഒരേ ചെടിയായിരിക്കും, ഒരേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയായിരിക്കും. 2 ചട്ടിയാണെങ്കിൽ പരപരാഗണം, ഒരേ ചട്ടിയാണെങ്കിൽ സ്വപരാഗണം. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി സൂര്യകാന്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കേസരം വളർച്ചയെത്തിയ ശേഷം മാത്രമാണ് ജനുകുടം വളർച്ചയെത്തുക. അതായത് ആദ്യം മെയിൽ പാർട്ട് വളർച്ചയെത്തിയ ശേഷമാണ് ഫീമെയിൽ പാർട്ട് വളർച്ചയെത്തുക. രണ്ടിൻ്റെയും വളർച്ച സമയം വ്യത്യാസമുണ്ട് സൂര്യകാന്തിയിൽ. അവക്കാഡോയിലോ കേസരവും ജനുകുടവും വളർച്ച പൂർത്തിയാക്കുന്നത് വ്യത്യസ്ത സമയത്താണ്. ഓക്കെ. പിന്നെ മേൻതോന്നി എന്ന് പറയുന്ന ചെടിയോ കേസരവും ജനുകുടവും നിൽക്കുന്ന 2 ദിശയിലാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിന് ക്രോസ് പോളിനേഷൻ അഥവാ പരപരാഗണം ആവശ്യമായിട്ട് വരുന്നത്. എപ്പോഴാണ് കേസരം സൂര്യകാന്തിയിൽ എന്താണ് പ്രശ്നം? അത് കേസരം വളർച്ചയെത്തിയ ശേഷമാണ് ജനുകുടം വളർച്ചയെത്തുക. അവോക്കാഡോയിൽ രണ്ടും വളർച്ചയെത്തുന്നത് 2 സമയത്താണ്. മേന്തോന്നിൻ്റെ 2 ദിശയിലാണ് നിൽക്കുന്നത്. ഓക്കെ. അടുത്ത് ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാവുന്നത് സിക്താണ്ഡമാണ് ഭ്രൂണമായിട്ട് മാറുന്നത്. ഒവ്യൂളാണ് വിത്തായിട്ട് മാറുന്നത്. ഓക്കെ. അപ്പോൾ ഒവ്യൂൾ വിത്തായിട്ട് മാറി അവിടെ ബീജസങ്കലനം നടന്നാൽ മാത്രമാണ് അവിടെ ഭ്രൂണം ഉണ്ടാവുള്ളൂ. ഓക്കെ. അണ്ഡാശയമാണ് ഫലമായിട്ട് മാറുന്നത്. അണ്ഡാശയം ഫലമായിട്ടും ഒവ്യൂള് വിത്തായിട്ടും സിക്താണ്ഡം ഭ്രൂണമായിട്ടും മാറുന്നു. ഓർത്തിരിക്കാൻ. അണ്ഡാശയം ഫലമായിട്ടും ഒവ്യൂള് വിത്തായിട്ടും സിക്താണ്ഡം ഭ്രൂണമായിട്ടുമാണ് മാറുന്നത്. ഇനി സിമ്പിൾ ഫ്രൂട്ടുമുണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ടുമുണ്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് പുഞ്ചഫലങ്ങൾ എന്നാണ് പറയട്ടോ. സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുന്നതാണ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകും. മാങ്ങ, വെണ്ട, പയർ, പപ്പായ ഇതൊക്കെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ്. സീതപ്പഴം എന്ന് പറയുന്ന കേട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് ഫലങ്ങളുണ്ട്. അങ്ങനത്തെ ഇതിനെയാണ് ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു പൂവിന് തന്നെ ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെ പുഞ്ചഫലങ്ങൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി പാർത്തനോകാർപ്പി എന്ന് വെച്ചാൽ എന്താ? ബീജസങ്കലനം നടക്കാതെ അണ്ഡാശയം ഫലമായി മാറുന്നു. ഇതിന് വിത്തുണ്ടാവില്ല. വിത്തുണ്ടാകണമെങ്കിൽ അവിടെ ബീജസങ്കലനം നടക്കണം. ബീജസങ്കലനം നടക്കാതെ അണ്ഡാശയം ഫലമായി മാറുന്നു എങ്കിൽ അതിനെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. പഴം, കൈതച്ചക്ക ഇതിനൊന്നും വിത്തില്ലല്ലോ. അപ്പോൾ അവിടെ ബീജസങ്കലനം നടക്കാതെയാണ് അണ്ഡാശയം ഫലമായി മാറുന്നത്. ബീജസങ്കലനം നടന്നായിരുന്നു എങ്കിൽ അവിടെ അണ്ഡാശയം ഫലമായിട്ടും ഒവ്യൂള് വിത്തായിട്ടും മാറിയേനെ. ബീജസങ്കലനം നടന്നാൽ ഒവ്യൂള് വിത്തായിട്ട് മാറിയേനെ. ഇല്ലാത്തതുകൊണ്ട് അതിന് വിത്തില്ല. ഇനി സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഇത് മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ്. നമ്മൾ നേരത്തെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്നാണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് അഥവാ സംയുക്ത ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നു. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലം ഉണ്ടാകുന്നു. ഇതാണ് കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു ഫ്രൂട്ട് അങ്ങനെ ഇരിക്കാൻ കാരണം എന്താണ്? ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നു. ഒരു ഉദാഹരണം ആലോചിച്ച് നോക്കുക. മാങ്ങ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്രൂട്ടാണ്. പക്ഷെ ഒരു മാവിൻ്റെ ഒരു പൂങ്കുല അത് മൊത്തത്തിൽ ഒരൊറ്റ ഫ്രൂട്ടായി മാറുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മാങ്ങകൾ എങ്ങനെയൊക്കെ ഏകദേശം അറേഞ്ച് ചെയ്തിരിക്കുക, എന്തൊരു ഷേപ്പായിരിക്കും വരിക ആലോചിക്കുക. അതുപോലെ ഒരു പൂങ്കുല ഫുള്ളായിട്ട് ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലം ഉണ്ടാകും. അതാണ് സംയുക്ത ഫലങ്ങളോ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്കയൊക്കെ.
ഇനി കപടഫലം അഥവാ സ്യൂഡോ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ഡാശയം അല്ലാതെ പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾ ഫലമായി മാറുന്നു. അണ്ഡാശയമാണ് ശരിക്കും ഫലമായിട്ട് മാറുന്നത്. ബീജസങ്കലനം നടക്കുവാണ് എങ്കിൽ അതിൻ്റെ ഓവ്യൂൾ വിത്തായിട്ടും സിക്താണ്ഡം ഭ്രൂണമായിട്ടും മാറുന്നു. ഇനി അങ്ങനെ അണ്ഡാശയം അല്ലാതെ പൂവിൻ്റെ വേറെ ഭാഗങ്ങൾ ഫലമായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. കശുമാങ്ങയിലെ പൂഞ്ഞെട്ടാണ് ഫലമായിട്ട് മാറുന്നത്. പൂഞ്ഞെട്ടാണ് അവിടെ ഫലമായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ഫലങ്ങളാണ് കപടഫലങ്ങൾ അഥവാ സ്യൂഡോ ഫ്രൂട്ട്സ് എന്ന് പറയാം. ഇനി ആന്തൂര്യത്തിൻ്റെ ആ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുള്ള അതില്ലേ, അത് ശരിക്കും ഇലകളാണ്. അതതിൻ്റെ പൂവല്ല, ഇലയാണ്. രൂപാന്തരം പ്രാപിച്ച ഇലകളാണ് അത്. അതിന് സഹപത്രം അഥവാ ബ്രാക്ട്സ് എന്നാണ് പറയുക. സഹപത്രം, വാഴ, ബോഗൺവില്ല അതിനൊക്കെ ബ്രാക്ട്സ് ഉണ്ട്. ഓക്കെ, അത് ശരിക്കും രൂപാന്തരം പ്രാപിച്ച ഇലകളാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചാപ്റ്ററാണ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. മിശ്രിതം എന്ന് പറയുന്നത് ഒന്നിലധികം വസ്തുക്കൾ ചേർന്ന പദാർത്ഥത്തെയാണ് മിശ്രിതം എന്ന് പറയുന്നത്. സ്വർണം എന്ന് പറയുന്നത് ഖരവും ചേർന്ന രണ്ട് മിശ്രിതങ്ങൾ, രണ്ടും ഖരമാണ് സ്വർണം. പല്ലേഡിയത്തിന് ഹൈഡ്രജൻ ആയിട്ട് ചേരുമ്പോൾ അത് ഖരം വാതക ലായനിയാവുന്നു. വായു എന്ന് പറയുന്നത് ഒരു മിശ്രിതം തന്നെയാണ്. വാതകവും കൂടെ ചേർന്ന മിശ്രിതമാണ് വായു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏകാത്മ മിശ്രിതവുമുണ്ട്, ഭിന്നാത്മക മിശ്രിതവുമുണ്ട്. ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത് ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് എങ്കിൽ അതിനെ ഏകാത്മക മിശ്രിതം എന്ന് പറയും. അപ്പോൾ ഭിന്നാത്മക മിശ്രിതം എന്ന് വെച്ചാൽ വിവിധ ഭാഗത്ത് വ്യത്യസ്ത സ്വഭാവമാണ്. ഒരു മിശ്രിതത്തിൻ്റെ വേറെ ഭാഗത്ത് വേറെ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും. ഇനി എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ചേർന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയാം. ഒരു പദാർത്ഥത്തിൻ്റെയാണ് എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ കണിക. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്മാത്രയ്ക്ക് പരമാണു എന്നാണ് കണാദൻ പേരിട്ടത്. തന്മാത്ര. എല്ലാ ഗുണങ്ങളും അടങ്ങിയതാണ് എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതവുമാണ്. ഇനി ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കിയ പദാർത്ഥങ്ങളെയാണ് ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത്. പഞ്ചസാര ഒരു ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാരനെ എത്ര ചെറിയ കണങ്ങളാക്കിയാലും അതിൻ്റെ ലാസ്റ്റ് കിട്ടുന്ന ആ ചെറിയ കണത്തിനും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ പെൻസിൽ ഗ്രാഫൈറ്റ്, ശുദ്ധജലം, സ്വർണം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതൊക്കെയാണ് ശുദ്ധപദാർത്ഥം. കഞ്ഞി, സോഡ, സംഭാരം, സ്വർണ്ണാഭരണം ഇതിൻ്റെയൊക്കെ മിശ്രിതം വ്യത്യാസമായിരിക്കും. അത് മിശ്രിതം എന്നാണ് പറയുക, ശുദ്ധപദാർത്ഥമല്ല, മിശ്രിതമാണ്. സ്വർണ്ണാഭരണം, സംഭാരം, സോഡ, കഞ്ഞി ഇതൊക്കെ മിശ്രിതം പദാർത്ഥങ്ങളാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് ജീവൻ്റെ കുഞ്ഞറകൾ എന്ന് പറയുന്നത്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. ഓക്ക് മരത്തിൽ ടെസ്റ്റ് നടത്തിയിട്ടാണ്. സെല്ല എന്ന് പറഞ്ഞ് ചെറിയ മുറികൾ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ഇനി ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ. നമ്മളൊക്കെ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ഇനി കോശസ്തരം എന്ന് പറയുന്നത് കോശത്തെ ആവരണം ചെയ്യുന്നതാണ്. കോശദ്രവ്യം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തെ നിലനിർത്തുന്ന ഭാഗമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആ സെല്ലിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. ഫേനം എന്ന് പറയുന്ന ഭാഗം ജലം, ലവണം, വേസ്റ്റ് എന്നിവ സംഭരിക്കുന്ന ഭാഗമാണ് ഫേനം. റൈബോസോം പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഊർജ്ജ ഉൽപാദനമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോശസ്തരം കോശത്തെ ആവരണം ചെയ്യുന്നു. കോശദ്രവ്യം ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗം നിലനിർത്തുന്നു. ന്യൂക്ലിയസ് പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. ഫേനം ജലം, ലവണം, വേസ്റ്റ് എന്നിവ സംഭരിക്കുന്നു. റൈബോസോം പ്രോട്ടീൻ പ്രൊഡക്ഷനാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. മൈറ്റോകോൺട്രിയ ഊർജ്ജം ഉൽപാദനം നടത്തുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയ. ഇനി പ്ലാന്റ് സെല്ലിൽ വ്യത്യാസം എന്താണ്? കോശഭിത്തിയുണ്ട്. കോശത്തെ സംരക്ഷിക്കുന്നതിനായി ഒരു കോശഭിത്തിയുണ്ട്. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ക്ലോറോപ്ലാസ്റ്റും ഈ പ്ലാന്റ് സെല്ലുകളിൽ കാണാറുണ്ട്.
ഇനി ത്വക്ക് എന്ന് പറയുന്ന ഒരു ആവരണ കലയാണെന്ന് ഓർത്തിരിക്കുക. കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെടുന്നു, കലകൾ ചേർന്ന് അവയവം രൂപപ്പെടുന്നു, അവയവം ചേർന്ന് അവയവ വ്യവസ്ഥയും, അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നതാണ് ഒരു ജീവി എന്നും പറയുന്നത്. അത്രയാണ് ആ ചാപ്റ്ററിൽ നോക്കാനുള്ള പ്രധാന പോയിന്റ്സ്. ഇനി അടുത്ത ചാപ്റ്റർ മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്നതാണ്. അതിൽ കുറച്ചേ ഉള്ളൂ. ഭൗതിക മാറ്റം എന്ന് പറയുന്നത് പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ ഇവയ്ക്കൊക്കെ മാറ്റം എന്നതിന് ഭൗതിക മാറ്റം എന്ന് പറയുന്നു. ഇനി രാസമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നതാണ് രാസമാറ്റം. അതൊരു സ്ഥിര മാറ്റമാണ്. ഊർജം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നതൊക്കെ ഭൗതിക മാറ്റത്തിൽ സംഭവിക്കുന്നുണ്ട്. അതൊരു താൽക്കാലിക മാറ്റം മാത്രമാണ്, പക്ഷെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. എന്നാൽ രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടാകുകയും സ്ഥിര മാറ്റമാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുമ്പോൾ അവിടെ പ്രകാശ ഊർജവും താപോർജവും ശബ്ദോർജവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരു രാസമാറ്റം സംഭവിച്ച് പുതിയൊരു പദാർത്ഥമാണ് അവിടെ ഉണ്ടാകുന്നത്, ചാരമാണ് ഉണ്ടാകുന്നത് അല്ലേ. പക്ഷെ അത് പിന്നീട് മറ്റേതായിട്ട് മാറില്ല. അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കുന്നു. തുരുമ്പ് എന്ന് പറയുന്നത് പുതിയൊരു പദാർത്ഥമാണ് ഉണ്ടാകുന്നത്, അവിടെയും രാസമാറ്റമാണ് ഉണ്ടാകുന്നത്. ഇനി 8ാമത്തെ ചാപ്റ്ററാണ് ചലനം നിത്യജീവിതത്തിൽ. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. അതിന് അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വസ്തുവിനെയോ അതിൻ്റെ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ആ അടിസ്ഥാന വസ്തുവാണ് റെഫറൻസ് ബോഡി അഥവാ അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ബസ്സിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ഓക്കെ, എൻ്റെ അടുത്തിരിക്കുന്നയാൾ ചലിക്കുന്നുണ്ടോ? ഇല്ല. കാരണം രണ്ടുപേരും ചലിക്കുന്ന ഒരു ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അതേസമയം ബസ്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ ആൾ ചലിക്കുന്നുണ്ട്. കാരണം പുറത്തു നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് ഇവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അകത്തിരിക്കുന്ന രണ്ടുപേര് തമ്മിൽ നോക്കുമ്പോൾ അവിടെ സ്ഥാനമാറ്റമൊന്നും സംഭവിക്കുന്നില്ല, ഇരിക്കുകയാണെങ്കിൽ. അതേസമയം എണീറ്റ് നടക്കുകയാണെങ്കിൽ ബസ്സിൻ്റെ അകത്തും സ്ഥാനമാറ്റം സംഭവിക്കും. ഇനി എന്തിനെ അടിസ്ഥാനമാക്കിയാണോ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടെന്ന് പറയുന്നത് അതിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇനി ചലനം എന്ന് പറയുന്നത് ഭ്രമണചലനം, വർത്തുള ചലനം, ദോലനം, കമ്പനം. കമ്പനം എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ്. ദോലനം എന്ന് പറയുന്നത് തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു എന്നതാണ് അതിൻ്റെ ഡെഫിനിഷൻ. എന്നാൽ ഊഞ്ഞാൽ ഓർത്തിരുന്നാൽ മതി. ഊഞ്ഞാലാണ് ദോലനം. ഊഞ്ഞാൽ എങ്ങനെ ആടുന്നതെന്ന് എല്ലാവർക്കും അറിയാം, മുന്നോട്ടും പുറകോട്ടും. അതാണ് ദോലനം. വർത്തുള ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിൻ്റെ വൃത്തപാതയിലെ ചലനമാണ്. ക്ലോക്കിൻ്റെ സൂചി നീങ്ങുന്നത് എങ്ങനെയാണ്? ഒരു സർക്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വർത്തുള ചലനം എന്ന് പറയാം. ഒരു വട്ടം വരയ്ക്കുകയാണ് എങ്കിൽ അത് ക്ലോക്കിൻ്റെ സൂചിയൊക്കെ ഒരു വട്ടം വരയ്ക്കുകയാണല്ലോ, അതാണ് വർത്തുള ചലനം. എന്നാൽ ഭ്രമണ ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അക്ഷത്തെ ആധാരമാക്കിയാണ് ചലിക്കുന്നത്, കറങ്ങുന്നത്. അതാണ് ഭ്രമണ ചലനം. അതും കറങ്ങുക തന്നെയാണ്, മറ്റതും കറങ്ങുകയാണ്. എന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങുകയല്ല, മറ്റത് ഒരു വട്ടം ഫോം ചെയ്യുകയാണ് എങ്കിൽ അത് വർത്തുള ചലനം. അത് സ്വയം കറങ്ങുകയാണെങ്കിൽ അത് ഭ്രമണ ചലനം. ഇനി അടുത്ത ചാപ്റ്ററാണ് മാറ്റാം ജീവിതശൈലി എന്നുള്ളത്. ഇതിനകത്ത് BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് തൂക്കം കിലോഗ്രാമിലായിരിക്കണം, ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം. മീറ്ററിലുള്ള ഉയരം ഇൻറ്റു ഉയരം. തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരമാണ് BMI എന്ന് പറയുന്നത്. അതിൽ ഇത് തന്നിട്ടുണ്ട്. 18.5 കുറവാണ് BMI എങ്കിൽ ഭാരം കുറവാണ്. 18.5 മുതൽ 24.9 അതായത് 30 വരെയാണ്, 25 വരെയാണെങ്കിൽ അതാണ് ശരിയായ ഭാരം. 18.5 മുതൽ 25 വരെ. 25 മുതൽ 30 വരെ അമിതവണ്ണമാണ്. ഇനിയുമുണ്ട് കാറ്റഗറി. 30 മുതൽ 35 വരെയാണെങ്കിൽ പൊണ്ണത്തടിയുടെ ആദ്യത്തെ സ്റ്റേജും, 35 മുതൽ 40 വരെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് പൊണ്ണത്തടിയുടെ, 40ന് മുകളിലാണെങ്കിൽ പൊണ്ണത്തടിയുടെ മൂന്നാമത്തെ സ്റ്റേജുമാണ്. അതും ഓർത്തിരിക്കുക. 25 മുതൽ 30 വരെയാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. വേണ്ടത് 18 മുതൽ 24.9 30 വരെ 25 വരെ. 18.5 തൊട്ട് 25 വരെ.
25 മുതൽ 30 വരെ അമിതവണ്ണമാണ്, 30 മുതൽ 35 പൊണ്ണത്തടി ഫസ്റ്റ് സ്റ്റേജ്, 35 to 40 സെക്കൻഡ് സ്റ്റേജ്, 40 മുകളിൽ തേർഡ് സ്റ്റേജ് പൊണ്ണത്തടി. ഇനി ഉറക്കത്തിൻ്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാറ്റോണിനാണ്. അത് മെലാറ്റോണിൻ രാത്രിയിൽ കൂടുതലായിരിക്കും. മെലാറ്റോണിൻ പുറപ്പെടുവിക്കുന്നത് പീനിയൽ ഗ്ലാൻഡാണ്, പീനിയൽ ഗ്ലാൻഡ്. ഇനി പ്രമേഹം, അതിൻ്റെ നോർമൽ റേഞ്ച് എത്രയാണ്? 70 to 100 മില്ലിഗ്രാമാണ് 100 ml വരുന്നത്. ഇനി ഇൻസുലിൻ ഹോർമോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് ബാൻറ്റിങ് എന്ന് പറയുന്ന ആളും ജോൺ മക്ലോയിഡ് എന്ന് പറയുന്ന രണ്ടാൾക്കാർ കൂടിയിട്ടാണ്. ഫ്രെഡറിക് ബാൻറ്റിങ്ങും ജോൺ മക്ലോയിഡും കൂടെ കൂടി 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടുപിടിക്കുന്നത്. ഫ്രെഡറിക് ബാൻറ്റിങ്ങും ജോൺ മക്ലോയിഡും 1921. ടൈപ്പ് 1 ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷൻ സെല്ലിൻ്റെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ നാശം സംഭവിച്ചിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അതായത് ആ സെല്ലേ നശിച്ചു പോകുന്നു, പിന്നെ ഇൻസുലിൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് ജനിക്കുമ്പോൾ മുതൽ എപ്പോഴാണോ അത് കണ്ടുപിടിക്കുന്നത് അന്ന് മുതൽ ഇൻസുലിൻ എടുത്തുകൊണ്ടേയിരിക്കണം, കാരണം അങ്ങനെ ഒരു സെല്ല് ഉണ്ടാകുന്നില്ല, നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഉപയോഗിക്കാൻ കഴിയാതെ വരികയാണ്. ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുക. അവിടെ ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട് പക്ഷെ കുറയുകയാണ്. അപ്പോൾ അതിന് എത്രയാണോ കുറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇൻസുലിൻ ആഡ് ചെയ്ത് കൊടുക്കുക, ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡയബറ്റിക്കാണ് ടൈപ്പ് 2 ഡയബറ്റിക്. ഈ കൊളസ്ട്രോളിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 200 mg/dl താഴെയായിരിക്കും കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. ഇത്രയാണ് SCERTയുടെ ബേസിക് സയൻസിലെ പഠിക്കാനുള്ള പോയിന്റ്സ്. ടോപ്പിക് എടുത്തിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അതിൽ പോയിന്റ്സ് മാത്രമാണ് നോക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറയുന്നത് 1934 MN റോയിയാണ്. 36 ലക്നൗ സമ്മേളനവും 37 ഫൈസ്പൂർ സമ്മേളനത്തിലും ഇതേ ആവശ്യം പറയുന്നുണ്ട്, ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന്. ഈ രണ്ട് സമ്മേളനങ്ങളുടെയും അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. 36 ലക്നൗ സമ്മേളനം, 37 ഫൈസ്പൂർ സമ്മേളനം. 1940 ആഗസ്റ്റ് ഓർഡർ ലിങ് ലിറ്റ്ഗോ പ്രഭു കൊണ്ടുവരുന്ന ആഗസ്റ്റ് ഓർഡർ, എന്നാൽ കോൺഗ്രസ് തള്ളുന്നു. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സമിതി അത് വരാൻ കാരണം ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ക്ലമന്റ് ആറ്റ്ലിയാണ്. 1946 മാർച്ച് 24 അവർ ഇന്ത്യയിലെത്തുന്നത്. വേവൽ പ്രഭുവാണ് അന്ന് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത്. ക്യാബിനറ്റ് മിഷനെ തലവൻ എന്ന് പറയുന്നത് പെത്തിക് ലോറൻസ് ആണെന്ന് ഓർത്തിരിക്കുക. എന്നാൽ അതിലെ അംഗങ്ങളാണ് സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും ഉണ്ടായിരുന്നു. മൊത്തം 3 പേരായിരുന്നു: പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്രിപ്സിനെ കാണുമ്പോൾ നമ്മൾ ക്രിപ്സ് മിഷൻ ആണല്ലോ, ക്യാബിനറ്റ് മിഷനിൽ പെടില്ലല്ലോ എന്ന് ഓർക്കരുത്. സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടറും പെത്തിക് ലോറൻസുമായാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന 3 അംഗങ്ങൾ. അതിൻ്റെ തലവൻ പെത്തിക് ലോറൻസ് ആയിരുന്നു ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പ്, ആ സമിതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1946 ഓഗസ്റ്റിലാണ്. ഇനി പ്രവിശ്യ നിയമസഭകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റഡ് മെമ്പേഴ്സിനെയാണ് എടുക്കുന്നത്. ജനസംഖ്യയുടെ ആനുപാതികമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സാമുദായിക പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. ഓരോ പ്രവിശ്യയും മുസ്ലിം, സിഖ്, ജനറൽ എന്നിങ്ങനെ ആനുപാതികമായിട്ടാണ് വിഭജിച്ചത്. 1:10 ലക്ഷം എന്ന അനുപാതത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലാണ് അവിടെ പ്രവിശ്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ 208 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മുസ്ലിം ലീഗിലെ 73 പേരും 15 പേർ സ്വതന്ത്രരുമായിരുന്നു. 208 കോൺഗ്രസ്, 73 മുസ്ലിം ലീഗ്, സ്വതന്ത്രർ 15 പേര്. അങ്ങനെ മൊത്തം 296 പേരാണ് തെരഞ്ഞെടുപ്പിലൂടെ വന്നത്. ആ 296-ൽ 292 പേരും ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും, ബാക്കി 4 പേര് ഡൽഹി, അജ്മീർ, കൂർഗ്, ബലൂചിസ്ഥാൻ എന്നിങ്ങനെ 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു. 292 + 4 പേര് ഡൽഹി, അജ്മീർ, കൂർഗ്, ബലൂചിസ്ഥാൻ. അങ്ങനെ മൊത്തം 296 പേര് തെരഞ്ഞെടുപ്പിലൂടെ വരുന്നതും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് വന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 389 പേരുണ്ടായിരുന്നു. ആ 389 ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 299 അംഗങ്ങളായി മാറുന്നു.
ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത് 1946 ഡിസംബർ 6-നാണെന്ന് ഓർത്തിരിക്കുക. 1946 ഡിസംബർ 6-നാണ്. ആദ്യ യോഗം നടക്കുന്നത് 1946 ഡിസംബർ 9-ന് ഡൽഹിയിൽ വെച്ചിട്ടാണ്. 207 പേരാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. അതിൻ്റെ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു അക്കാലത്ത് JB കൃപലാനിയാണ് ആ യോഗത്തെ അഭിസംബോധന ചെയ്തത്. അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. ആ സച്ചിദാനന്ദ സിൻഹ പറഞ്ഞ ഉപാധ്യക്ഷനായിരുന്നു ഫ്രാങ്ക് ആന്റണി. പിന്നീട് 1946 ഡിസംബർ 11-ന് ഭരണഘടനാ നിർമ്മാണ സമിതി സ്ഥിരം അധ്യക്ഷൻ വരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷനായിട്ട് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും വരുന്നു. ഓക്കെ. പിന്നീട് നിയമ ഉപദേഷ്ടാവായിട്ട് BN റാവു ആണ് വരുന്നത്. അതായത് ഇന്റർനാഷണൽ കോടതിയുടെ ആദ്യത്തെ ഇന്ത്യൻ ജഡ്ജ്, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ജഡ്ജായിരുന്നു ഇന്റർനാഷണൽ കോടതിയിലെ BN റാവു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് BR റാവു. RBIയുടെ ഗവർണറായിട്ട് കൂടുതൽ കാലം ഉണ്ടായിരുന്നതാണ് BR റാവു. BR റാവുവിൻ്റെ സഹോദരനാണ് BN റാവു. അദ്ദേഹമായിരുന്നു നിയമ ഉപദേഷ്ടാവായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ. ഓക്കെ. ഇനി 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. അത് പാസ്സാക്കുന്നു എന്നാണ് 1947 ജനുവരി 22-ന്. 46 ഡിസംബർ 13-നാണ് അവതരിപ്പിക്കുന്നത്. 47 ജനുവരി 22-ന്. പറയുമ്പോൾ വിചാരിക്കും ഒരു വർഷത്തെ ഗ്യാപ്പ് ഒന്നുമില്ല, ഒരു മാസം. ഡിസംബർ 13-ന് അവതരിപ്പിക്കുന്നു, ജനുവരി 22-ന് പാസ്സാക്കുന്നു. 47 ഓഗസ്റ്റ് 29-ന്, അതായത് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടുന്നു. 47 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയപ്പെടുന്നത്. അതിൻ്റെ തലവൻ BR അംബേദ്കർ ആണ്. BR അംബേദ്കർ അടക്കം 7 അംഗങ്ങളാണ് അതിൽ കമ്മിറ്റിയിലുള്ളത്. BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, K മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തർ, DP ഖേദർ. അതിൽ BL മിത്തറിന് പകരം N മാധവറാവു വരുന്നു. അതുപോലെ തന്നെ TT കൃഷ്ണമാചാരിയാണ് DP ഖേദാന് പകരം വരുന്നത്. ആലോചിക്കുക, നമ്മൾ ഉപാധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷൻ 2 പേര് പറഞ്ഞിരുന്നു, HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു. ഇവിടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ DP ഖേദാന് പകരം വരുന്നത് TT കൃഷ്ണമാചാരിയാണ്. TT കൃഷ്ണമാചാരി കേട്ടോ. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിയുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ സബ് കമ്മിറ്റിയിൽ JB കൃപലാനിയും മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജിയുമായിരുന്നു ചെയർമാൻ. രാജേന്ദ്ര പ്രസാദ് ഫ്ലാഗ് കമ്മിറ്റി, റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അതിൻ്റെ 3-ന്റെയും ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1947 ജൂലൈ 22-നാണ് ഫ്ലാഗ് അംഗീകരിക്കുന്നത്. 47 ഓഗസ്റ്റ് 15-ന് മുന്നേ ജൂലൈയിൽ 22-നാണ് അംഗീകരിക്കുന്നത്. ഇനി ജവഹർലാൽ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ലാംഗ്വേജ് കമ്മിറ്റി മൂട്ടൂരി സത്യനാരായണയായിരുന്നു ലാംഗ്വേജ് കമ്മിറ്റി. പാഴ്സി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്നത് HP മോദി ആയിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഫ്രാങ്ക് ആന്റണിനെയാണ് സച്ചിദാനന്ദ സിൻഹ ഉപാധ്യക്ഷനായിട്ട് പറഞ്ഞിരുന്നത്. അതുപോലെ ന്യൂനപക്ഷത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു HC മുഖർജിയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനും. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാൾ HC മുഖർജിയായിരുന്നു. ഇനി ജസ്യൂട്ട് പുരോഹിതനായിരുന്നു ജെറോം ഡിസൂസ. ഇതിൻ്റെ ഉണ്ടായിരുന്ന ഒരു ജസ്യൂട്ട് പുരോഹിതൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ജെറോം ഡിസൂസ. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകൾ 15 പേരായിരുന്നു വനിതകളായിട്ടുണ്ടായിരുന്നു. അതിൽ മലയാളി വനിതകളായിരുന്നു ആനി മസ്കറിൻ, ദാക്ഷായണി, അമ്മു സ്വാമിനാഥൻ. ഇവർ 3 പേരും മലയാളികളായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ദാക്ഷായണിയായിരുന്നു ദളിത് വനിതയായിരുന്നു. അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ വനിതയുമായിരുന്നു. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ദളിത് വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയുമായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഇനി വേറെ 3 പേരെ ഇപ്പോൾ പറഞ്ഞുള്ളൂ, 3 മലയാളികൾ. ബാക്കി ഉള്ള 12 പേരിൽ ബീഗം ഐസസ് റസൂൽ ഒരേ ഒരു മുസ്ലിം വനിതയായിരുന്നു.
സരോജിനി നായിഡു ആദ്യ വനിതാ ഗവർണർ ആയത്. സരോജിനി നായിഡു ആണ് ആദ്യ വനിതാ ഗവർണർ ആയിരുന്നു. അതുപോലെ തന്നെ സുചേത കൃപലാനി ആദ്യ വനിതാ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. മുഖ്യമന്ത്രിയായത് സുചേത കൃപലാനിയാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആദ്യ വനിതാ അംബാസിഡറാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. രാജ്കുമാരി അമൃത് കൗർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ആദ്യത്തെ വനിതയാണ്. എയിംസ് സ്ഥാപിക്കുമ്പോൾ ഉള്ള ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗറാണ്. ഇനി ദുർഗാഭായ്, ഹാൻസ മേത്ത, രേണുക റായ്, ലീല റായ്, കമല ചൗധരി, മാലതി ചൗധരി, പൂർണിമ ബാനർജി, ഇത്രയും പേര് ആണ് 15 പേര് വനിതകൾ. അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കരട് സമർപ്പിക്കുന്നത് 1948 ഫെബ്രുവരി 21-നാണ്. 1948 ഫെബ്രുവരി 21-ന് കരട് സമർപ്പിക്കുന്നു. BN റാവു തയ്യാറാക്കുന്നു. BN റാവു ആരാണ്? നിയമ ഉപദേഷ്ടാവായ BN റാവു തയ്യാറാക്കുന്നു. അംബേദ്കർ അവതരിപ്പിക്കുന്നു. 1948 ഫെബ്രുവരി 21-ന് കരട് സമർപ്പിക്കുന്നു. ഫൈനൽ ഡ്രാഫ്റ്റ് നവംബർ 4-ന് 1948 നവംബർ 4-ന് ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിക്കുന്നു. 49 അടുത്ത വർഷമാണ്. നവംബർ 26 ഏകദേശം ഒരു വർഷം എടുത്തു. അതായത് 1948 നവംബർ 4-നാണ് ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിക്കുന്നത്. 1949 നവംബർ 26-ന് അത് അംഗീകരിക്കുന്നു. ഒരു വർഷത്തോളം എടുത്തു. അത് ദേശീയ ദിനം, ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ 1949 നവംബർ 26-ആണെന്ന് ഓർത്തിരിക്കുക. 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുന്നു. ഇനി ഇത് പൂർത്തിയാക്കാൻ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു. അതായത് 48 നവംബർ 4-ന് ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടും 1 ഇയറോളം എടുത്തു. അപ്പോൾ മൊത്തം പൂർത്തിയാകാൻ 2 വർഷം 11 മാസം 17 ദിവസം, ഏകദേശം 3 വർഷത്തോളം എടുത്തു. 11 സമ്മേളനങ്ങൾ 165 ദിവസവും എടുത്തു. 125 ദിവസം സമ്മേളനങ്ങൾ നടന്നു. 11 സമ്മേളനങ്ങളാണ് നടന്നത്. അവസാന സമ്മേളനം നടക്കുന്നത് 1950 ജനുവരി 24-നാണ്. അന്നാണ് ഒപ്പിടുന്നത്. 284 പേരാണ് ഒപ്പിട്ടത്. 284. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പ്, 22 ഭാഗം, 8 പട്ടികകളാണ്. 395 വകുപ്പ്, 5 എണ്ണം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 400 വകുപ്പായതിനെ. പിന്നെ 22 ഭാഗം, 2 ഭാഗങ്ങളായിട്ടായിരുന്നു. 8 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പോൾ 12 പട്ടികകളുണ്ട്, 25 ഭാഗമുണ്ട്, 470ഓളം വകുപ്പുമുണ്ട്. അതിൽ കുറേ വകുപ്പുകളൊക്കെ, കുറേ ആർട്ടിക്കിൾസൊക്കെ മുൻകാല പ്രാബല്യത്തോടെയൊക്കെ വന്നതുണ്ട്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സീൽ, അതിൻ്റെ അകത്ത് സീലിലെ മൃഗം ആനയായിരുന്നു. 10 രാജ്യങ്ങളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി ആശയങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടുതലും ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 64 ലക്ഷം രൂപയാണ് ചെലവായി വന്നത്. അന്നത്തെ കാലത്ത് 64 ലക്ഷം രൂപയാണ് ചെലവായി വന്നത്. കവർ ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസാണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസാണ്. അദ്ദേഹമാണ് ഭരണഘടനയുടെ കവർ ഡിസൈൻ ചെയ്തത്. പ്രിയാമ്പിൾ പേജ് ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹയാണ്. പ്രിയാമ്പിൾ, മുഖം മനോഹരം, റാം മനോഹർ സിൻഹ. മുദ്ര പെൻസിൽ സ്കെച്ച് ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ഓർത്തിരിക്കാം. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. പ്രേമലേഖനം കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദ. 1949 സെപ്റ്റംബർ 14-നാണ് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. 1947 ജൂലൈ 22-ന് ദേശീയ പതാക നിലവിൽ വരുന്നു. 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടന അംഗീകരിക്കുന്നത്. ഇത്രയുമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു ഔട്ട്ലൈൻ നോട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലാഷ് കാർഡാണ്. പോർച്ചുഗീസ് ആഗമനം. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമായ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി ഏഷ്യയിലേക്ക് വരുന്നതിനുള്ള കപ്പൽ മാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. 1453-ൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ യൂറോപ്യന്മാർക്ക് ഏഷ്യയിലേക്ക് വരുന്നതിന് മറ്റൊരു കടൽ മാർഗം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. 1488-ലാണ് ഈ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി വരുന്ന ഈ ദൗത്യത്തിൽ ബർത്തലോമിയോ ഡയസ് എന്ന പോർച്ചുഗീസ് നാവികൻ വിജയിച്ചത്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് വാസ്കോ ഡ ഗാമയാണ്.
ഇന്ത്യയിൽ കടൽ മാർഗം എത്തുന്ന ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. അടുത്ത് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്ന 1498 മെയ് 20-നാണ്. സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ ബെറിയോ എന്നിങ്ങനെ 3 കപ്പലുകളിലായിട്ടാണ് വാസ്കോഡഗാമയും സംഘവും കാപ്പാട് എത്തുന്നത്. ഇവയിൽ വാസ്കോഡഗാമ നിയന്ത്രിച്ചിരുന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. ഇനി വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് നാവിക സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവ് മാനുവലാണ്. അതുപോലെ തന്നെ വാസ്കോഡഗാമ കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം എന്ന് പറയുന്നത് നെടിയിരുപ്പ് സ്വരൂപമാണ്. ഈ നെടിയിരുപ്പ് സ്വരൂപം എന്നത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ രാജവംശമാണ്. ഈ നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരികൾ സാമൂതിരി എന്നറിയപ്പെടുന്നു. 1498 വാസ്കോഡഗാമ വരുമ്പോൾ നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരി മാനവിക്രമൻ ആയിരുന്നു. അതുപോലെ കൃഷ്ണഗീതി അഷ്ടപതി എന്ന കാവ്യം രചിച്ചതും കൃഷ്ണനാട്ടം എന്ന തനത് കേരളീയമായ നൃത്ത നാടകം ചിട്ടപ്പെടുത്തിയതും മറ്റൊരു സാമൂതിരിയായ മാനവേദനാണ്. അത് ഓർത്തിരിക്കുക. ഇനി പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന കൊച്ചി രാജവംശമാണ്. തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. പെരുമ്പടപ്പ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജവംശമാണ്. നെടിയിരുപ്പ് സ്വരൂപം എന്നത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ രാജവംശമാണ്. മാനവിക്രമനാണ് ഉണ്ടായിരുന്നത്. കൃഷ്ണഗീതി പിന്നെ കൃഷ്ണനാട്ടമൊക്കെ രചിച്ചത് മറ്റൊരു സാമൂതിരിയായ മാനവേദനാണ്. ഇനി ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര രാജവംശമാണ്. ഈ കൊട്ടാരക്കര രാജവംശത്തിലെ ഭരണാധികാരിയാണ് വീരകേരളവർമ്മ. അദ്ദേഹമാണ് കഥകളിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന രാമായണത്തെ ആസ്പദമാക്കിയുള്ള രാമനാട്ടം എന്ന നൃത്തനാടകത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര രാജവംശത്തിലെ ഭരണാധികാരിയായ വീരകേരളവർമ്മയാണ്. വീരകേരളവർമ്മയാണ് ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ, പിന്നെ നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്. ഇനി പോർച്ചുഗീസ് രാജാവിൻ്റെ പ്രതിനിധിയായി വാസ്കോഡഗാമ 1498 കോഴിക്കോട് എത്തിച്ചേർന്നതിൻ്റെ അടിയന്തര ലക്ഷ്യം എന്തായിരുന്നു? വാണിജ്യബന്ധം തന്നെയായിരുന്നു. വാസ്കോഡഗാമയുടെ വരവിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിരുന്നു വാണിജ്യബന്ധം സ്ഥാപിക്കുക എന്നത് തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഭരണാധികാരികളാണ് നാടുവാഴികളുടെ തമ്മിലുള്ള അനൈക്യ ശത്രുതയും കോളനിവൽക്കരണത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് പോർച്ചുഗീസുകാരെ നയിക്കുന്ന അനൈക്യമാണ്. ഇനി 1498 കോഴിക്കോടെത്തിയ വാസ്കോഡഗാമയ്ക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും നൽകിയ ഭരണാധികാരി കോലത്ത് നാട്ടിലെ കോലത്തിരിയാണ്. അതായത് കോഴിക്കോടെത്തിയ വാസ്കോഡഗാമ സാമൂതിരിയെ സന്ദർശിച്ചുവെങ്കിലും ചിരകാലമായി സാമൂതിരിയുമായി വാണിജ്യബന്ധമുണ്ടായിരുന്ന അവരുടെ താല്പര്യപ്രകാരം ഗാമയ്ക്ക് വാണിജ്യബന്ധത്തിന് അനുമതി ലഭിച്ചില്ല. തുടർന്ന് അവർ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോയി കോലത്തിരിയുമായി ബന്ധം സ്ഥാപിക്കും. നല്ല രീതിയിൽ ചരക്ക് നിറച്ച് 1498 നവംബറിൽ ലിസ്ബണിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ഇങ്ങനെ തിരിച്ചു പോയ വാസ്കോഡഗാമയുടെ ഇന്ത്യ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 മടങ്ങിലധികം മൂല്യമുള്ള ചരക്കുമായിട്ടാണ് അദ്ദേഹം പോർച്ചുഗീസിലേക്ക് മടങ്ങിച്ചെന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. AD 1500 വാസ്കോഡഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവിക സംഘത്തെ നയിച്ചത് കബ്രാളാണ്. AD 1500 കോഴിക്കോടെത്തിയ കബ്രാളിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ഐറിസ് കുറുകയാണ് സാമൂതിരിയുമായി ഒരു ധാരണയുണ്ടാക്കി കോഴിക്കോട് ഒരു വ്യാപാരശാല സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നേടിയത്. എന്നാൽ അറബികളും പോർച്ചുഗീസുമാരുമുള്ള അവർ തമ്മിലുള്ള വ്യാപാര തർക്കം പരസ്പര ആക്രമണത്തിലേക്ക് നയിച്ചതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ കൊച്ചിയിലേക്ക് പോയി. തുടർന്ന് കൊച്ചി, കൊല്ലം, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചി, കൊല്ലം, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ചരക്ക് കയറ്റി കബ്രാളിൻ്റെ സംഘം പോർച്ചുഗലിലേക്ക് മടങ്ങി. ഇതിനോടകം കൊച്ചി രാജാവുമായി നല്ലൊരു ബന്ധം പോർച്ചുഗീസ് സ്ഥാപിക്കുകയും ചെയ്തു. കൊച്ചി, കൊല്ലം, കണ്ണൂർ 3 സ്ഥലങ്ങളിലാണ് പോർച്ചുഗീസുകാർ നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നത്. ഈ വാസ്കോഡഗാമയുടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ വരവാണ് 1502. 1498 ആദ്യം വരുന്നു, 1500 കബ്രാൾ വരുന്നു, 1502 വാസ്കോഡഗാമ പിന്നെയും വരുന്നു. ഗോവയ്ക്കടുത്തുള്ള 5 ദ്വീപിലാണ് രണ്ടാമത്തെ പ്രാവശ്യം വാസ്കോഡഗാമ എത്തുന്നത്. രണ്ടാമത്തെ വരവിൽ കണ്ണൂർ രാജാവുമായുള്ള ബന്ധം പുതുക്കുകയും സാമൂതിരിയുടെ കോഴിക്കോട് പട്ടണം ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് കൊച്ചിയിലെത്തിയ ഗാമ കൊച്ചി രാജാവുമായി കൂടുതൽ ഗുണകരമായ വ്യാപാര ഉടമ്പടികൾ ഒപ്പുവെച്ച് ഭീമമായ ചരക്കുകളുമായി പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. സാമന്തനായ കൊച്ചി രാജാവിൻ്റെ വഴിവിട്ട പോർച്ചുഗീസ് ബന്ധത്തിൽ അതൃപ്തനായ സാമൂതിരി
കൊച്ചി രാജാവിനെതിരായി സൈനിക നീക്കം നടത്തിയെങ്കിലും പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി കൊച്ചി രാജാവ് അത് പിടിച്ചെടുത്തു. അതായത് സാമൂതിരിക്ക് ജയിക്കാനായില്ല. ഇനി കൊച്ചിയിലെ പള്ളിപ്പുറം കോട്ട പണിതത് അൽബുക്കർക്കാണ്. അതായത് 1503 വാസ്കോഡ ഗാമ, കബ്രാൽ, ജാവോഡോ നോമ അവർ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നയാളാണ് അൽബുക്കർക്ക്. ഓക്കെ, അൽബുക്കർക്ക് ഇന്ത്യയിൽ എത്തിച്ചേരുന്ന 4ാമത്തെ സംഘത്തെ നയിച്ചതാണ്. 1504 സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുന്നത് അൽബുക്കർക്കാണ്. കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുന്നത് 1504 അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട ഏതാണ്? പള്ളിപ്പുറം കോട്ടയാണ്. അത് സാമൂതിരിയുടെ കൊച്ചി ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച പോർച്ചുഗീസുകാരോടുള്ള നന്ദി സൂചകമായിട്ട് കൊച്ചി രാജാവ് ഒരു കോട്ട പണിയുന്നതിന് അനുമതി നൽകി. ഈ കോട്ട പള്ളിപ്പുറം കോട്ട. അത് മാനുവൽ കോട്ട, ആയിക്കോട്ട, അഴിക്കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, മാനുവൽ കോട്ട, ആയിക്കോട്ട, അഴിക്കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിക്കോട്ട എല്ലാം അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ കോട്ടയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയ് ആയി ചുമതലയേൽക്കുന്ന അൽമേഡയാണ്. 1505 ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയ് ആകുന്നത് ഈ അൽമേഡ. ഓക്കെ, സെൻറ്റ് ആഞ്ചലോ കോട്ട പണിത പോർച്ചുഗീസ് വൈസ്രോയും അൽമേഡ തന്നെയാണ്. പോർച്ചുഗീസുകാർ സെൻറ്റ് ആഞ്ചലോ കോട്ട പണിതത് കണ്ണൂരിലാണ്. ഇനി ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായി പരിഗണിക്കുന്നതും അൽമേഡ തന്നെയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സമുദ്രത്തിലെ ആധിപത്യം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് സമുദ്രത്തിലെ ആധിപത്യം മെച്ചപ്പെടുത്തുന്ന നയം സ്വീകരിച്ചത് അൽമേഡയാണ്. ഈ നയമാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൽമേഡയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി നിയമിതനായത് അൽബുക്കർക്കാണ്. അൽമേഡയ്ക്ക് ശേഷം അൽബുക്കർക്ക്. ഇനി 1509 അൽമേഡ വൈസ്രോയ് സ്ഥാനം ഉപേക്ഷിച്ച് പോർച്ചുഗലിലേക്ക് മടങ്ങി. അപ്പോൾ 1503 മുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അൽബുക്കർക്കാണ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അൽബുക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണസാരഥ്യം ഏറ്റെടുത്ത സമയത്ത് തന്നെ കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരം ആക്രമിച്ചു തീയിട്ട് നശിപ്പിച്ചു. ഉടനെ തന്നെ കോഴിക്കോട് സൈന്യം പ്രത്യാക്രമണം നടത്തി. അതിൽ കൊല്ലപ്പെട്ട പോർച്ചുഗീസ് നേതാവാണ് മാർഷൽ കുട്ടിൻഹോ. ഇനി ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ വക്താവ് എന്ന് പറയുന്നത് അൽബുക്കർക്കാണ്. കാരണം മുൻഗാമികളെല്ലാം തന്നെ വാണിജ്യബന്ധം മാത്രമായിരുന്നു ലക്ഷ്യം. എന്നാൽ അൽബുക്കർക്ക് വാണിജ്യബന്ധം മാത്രമായിരുന്നില്ല, നയതന്ത്രം കൊണ്ടും ആയുധബലം കൊണ്ടും ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ശരിക്കുള്ള പാതയൊരുക്കിയത് അൽബുക്കർക്കാണ്. അതുകൊണ്ടാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ വക്താവ് എന്ന് പറയുന്നത് അൽബുക്കർക്കിനെ. 1510 ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ ഭരണാധികാരിയും അൽബുക്കർക്ക് തന്നെയാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന്. ഇനി സങ്കരവാസ സങ്കേതങ്ങൾ അഥവാ മിക്സഡ് കോളനി സിസ്റ്റം എന്ന നയം ആവിഷ്കരിച്ച ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിയും അൽബുക്കർക്ക് തന്നെയാണ്. അതായത് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരോട് ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അൽബുക്കർക്ക് ആവശ്യപ്പെട്ടു. അതിലൂടെ പോർച്ചുഗലിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാമെന്നും അതിലൂടെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാമെന്നുമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഈ നയമാണ് ഈ മിക്സഡ് കോളനി സിസ്റ്റം അഥവാ സങ്കരവാസ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ നയം പോർച്ചുഗീസ് അധപ്പതനത്തിന് കാരണമാവുകയാണ് ശരിക്കും ചെയ്തത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയി വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തുന്ന 1524 ഈ വാസ്കോഡ ഗാമയുടെ 3ാമത്തെ വരവാണ് 1524. 3ാമത് വരുമ്പോൾ പോർച്ചുഗീസിൻ്റെ വൈസ്രോയി ആയിട്ടാണ് വാസ്കോഡ ഗാമ വരുന്നത്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വെച്ച് 1524 തന്നെ മരിക്കുന്നു. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് വാസ്കോഡ ഗാമ മലേറിയ ബാധിച്ചാണ് മരിക്കുന്നത്. വാസ്കോഡ ഗാമയെ അടക്കം ചെയ്ത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. പിന്നീട് ഭൗതിക ശരീരം 1539 പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം 1524-26 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് ഹെൻറിക് ഡി മെൻസസ്. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ അറിയപ്പെട്ടിരുന്ന കുഞ്ഞാലിമരയ്ക്കാറാണ്. ഇനി അങ്ങോട്ട് കുഞ്ഞാലിമരയ്ക്കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അടുത്ത ഫ്ലാഷ് കാർഡിൽ നോക്കാം. ഈ കോഴിക്കോടിലെ സാമൂതിരിമാരും പോർച്ചുഗീസുകാരും തമ്മിലൊരു കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. അത് 1513 അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവെക്കുന്നുണ്ട് 1540.
13 കണ്ണൂർ സന്ധിയും 40 പൊന്നാനി സന്ധിയുമാണ്. ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പണിയുന്ന പള്ളി. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ പണിയുന്നത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് കൊച്ചിയിൽ. ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് പണിതിരിക്കുന്നത് ഗോഥിക് ശൈലിയിലാണ്, ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ സഭയുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് പോർച്ചുഗീസുകാരുടെ താൽപര്യപ്രകാരം ഉദയംപേരൂർ സുന്നഹദോസ് സംഘടിപ്പിക്കുന്നത് 1599 ഉദയംപേരൂർ സുന്നഹദോസ് സുറിയാനി ക്രിസ്ത്യാനികളെയും കൂടെ റോമൻ സഭയുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു പോർച്ചുഗീസുകാരുടെ താല്പര്യമായിരുന്നത്. ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സിസ് ഡി മെനസിസിന്റെ അധ്യക്ഷതയിലാണ് ഇന്നത്തെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള ഉദയംപേരൂരിൽ വെച്ച് ഉദയംപേരൂർ സുന്നഹദോസ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്ക് ബാബിലോണിയയിലെ പാത്രിയർക്കുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പകരം റോമിലെ പോപ്പുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് കാരണമായ സംഭവമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. കുറേ ക്രൈസ്തവ വിഭാഗം ഈ ബാബിലോണിലെ പാത്രിയർക്കിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് റോമിലെ പാത്രിയർക്കുമായി ബന്ധം സ്ഥാപിക്കുന്നു. കേരളത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ കൂനംകുരിശ് പ്രതിജ്ഞ അഥവാ കലാപം 1653 1599 ഉദയംപേരൂർ സുന്നഹദോസ്. അതായത് 1600 ഒരു വർഷം മുന്നേ. 1653 കൂനംകുരിശ് സത്യം നടന്നത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർ അവരുടെ സ്വന്തം ബിഷപ്പുമാരെ അനുവദിക്കുന്നതിന് പകരം യൂറോപ്യരായ ലത്തീൻ ബിഷപ്പുമാരെ അനുവദിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന് മുന്നിൽ സുറിയാനി ക്രിസ്ത്യാനികൾ ഒത്തുകൂടി ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജെസ്യൂട്ട് പുരോഹിതന്മാരെയും തങ്ങൾ ഒരിക്കലും അനുസരിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തു. ഈ സംഭവമാണ് കൂനംകുരിശ് പ്രതിജ്ഞ അഥവാ കൂനംകുരിശ് കലാപം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശവുമായി മറ്റു രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടി കാർട്ടസ് എന്ന കപ്പൽ പാസ് സമ്പ്രദായം ഏർപ്പെടുത്തിയതും പോർച്ചുഗീസുകാർ തന്നെയാണ്. പിന്നെ ഡച്ചുകാരുടെ വരവോടുകൂടിയും പിന്നെ കാര്യക്ഷമമല്ലാത്ത ഭരണവും സ്വജനപക്ഷപാതം സാംസ്കാരിക അധിഷ്ഠിതമല്ലാത്ത മതനയം കേരളീയരുടെ പിന്തുണയും വിശ്വാസവും ഒരു കാലത്തും അവർക്ക് ലഭിച്ചിരുന്നില്ല എന്ന കാരണം പോർച്ചുഗീസ് അധിപതനത്തിന് കാരണമാകുന്നു. അതുപോലെ 1580 പോർച്ചുഗലിൽ സ്പെയിനിന്റെ ആധിപത്യത്തിന് കീഴിലായി. അപ്പോൾ ആ രാജാവിന്റെ ഇന്ത്യയിലുള്ള വ്യക്തിപരമായ താല്പര്യം കുറഞ്ഞു. അതും അധപതനത്തിന് കാരണമായി. പിന്നെ ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ കൃഷ്ണ ആരാധനയുടെ കേന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറിയത് കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യ സമയത്താണെന്നും ഓർത്തിരിക്കുക. പോർച്ചുഗീസുകാരുടെ സംഭാവനയും കുഞ്ഞാലിമരയ്ക്കാരും ബാക്കി വിദേശ ശക്തികളുടെ എല്ലാം ഓരോരോ ഫ്ലാഷ് കാർഡിലാക്കി കാണിക്കാം. MEMൽ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. 57ാമത്തെ ദിവസം ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് നോക്കിയിരുന്നത്. സെൻറ്റൻസിനെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ അസേർട്ടീവ്, ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് എന്നും ഇമ്പറേറ്റീവ്, റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ടൈപ്പ് സെൻറ്റൻസ് എന്നും ഇൻട്രോഗേറ്റീവ് ഓർ ക്വസ്റ്റ്യൻ വേർഡ് എന്നും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്നും 4ആയിട്ട് തിരിക്കാം. പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അസേർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ഇമ്പറേറ്റീവ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്, പിന്നെ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ വേർഡ്, നാലാമത്തെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, പിന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവും. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഓ അതിൽ കൂടുതലോ മെയിൻ ക്ലോസ് ഉണ്ടാവും. 1ഓ അതിൽ കൂടുതലോ അല്ല, 2ഓ അതിൽ കൂടുതലോ മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു മെയിൻ ക്ലോസും ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ സബ് ക്ലോസസും ഉണ്ടാകും. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെയിൻ ക്ലോസസും ഒന്നോ അതിൽ കൂടുതലോ സബ് ക്ലോസസും ഉണ്ടാകും. അതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇനി മലയാളത്തിലെ പര്യായമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ. അമ്മയുടെ പര്യായം അമ്പ, തായ്, മാതാവ്, ജനനി, ജനയിത്രി, ജനിത്രി, സവിത്രി, പ്രസു. ഇതൊക്കെയാണ് അമ്മ. അച്ഛൻ. പിതാവ് ജനകൻ, ജനയിതാവ്, ജന്മദാതാവ്, താതൻ. ഇനി മകൻ. പുത്രൻ, സുതൻ, തനയൻ, ആത്മജൻ എന്ന് പറയുന്ന മകനാണ്.
തനയൻ മകനാണ്. തനയ ആണ് മകൾ. പുത്രി സുധ. സുതൻ മകൻ, സുധ മകൾ. ആത്മജൻ മകൻ, ആത്മജ മകൾ. ചേട്ടൻ, അഗ്രജൻ, ജ്യേഷ്ഠൻ ഒക്കെ ചേട്ടനാണ്. പൂർവജൻ, അഗ്രജൻ എന്ന് പറയുന്നതും പൂർവജൻ എന്ന് പറയുന്നതും ചേട്ടൻ തന്നെയാണ്. അഗ്രിമൻ എന്ന് പറയുന്നതും ചേട്ടൻ തന്നെയാണ്. അനുജൻ എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ്റെ ഓപ്പോസിറ്റാണ് കനിഷ്ഠൻ. ജ്യേഷ്ഠൻ കനിഷ്ഠൻ. കനിയാൻ, കണിയാൻ അല്ല കനിയാൻ. അവരജൻ, പൂർവജൻ അവരജൻ. അനുജാതൻ, അനുജാതൻ, അനുജന്മാവ്. അനുജാതൻ, അനുജന്മാവ്. ഇനി സഹോദരനാണ് സഹജൻ, ഭ്രാതാവ്. സഹജൻ സഹോദരനാണ് ഓർക്കുക, ഭ്രാതാവ് സഹോദരനാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഭാര്യ, പത്നി, കളത്രം, കാന്ത, ദയിത. കാന്ത, ദയിതയൊക്കെ ഭാര്യയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഭർത്താവാണ് പതി, കാന്തൻ. കാന്ത, കാന്തൻ. ദയിത, ദയിതൻ, ദവൻ. ദയിതൻ, ദവൻ ഒക്കെ ഭർത്താവാണ്. ഇനി കുട്ടി, ശിശു, അർഭകൻ, ഡിംബൻ, പോതം, ശാപം, ശാപകം, പാകം, ഋതുകൻ ഒക്കെ കുട്ടിയാണ്. അമ്മാവൻ, മാതുലൻ, മാതുലകൻ, മാതുകേശടൻ, മാതൃകൻ. മാതൃകൻ എന്ന് പറയുന്ന അമ്മാവനാണെന്ന് ഓർത്തിരിക്കുക. ഇനി അമ്മായി, മാതുല, മാതുലി, മാതുലാനി ഒക്കെ അമ്മായിയാണ്. കറണ്ട് അഫേഴ്സിൽ സ്കീംസ് ആയിരുന്നു കുറച്ച് പഠിച്ചിരുന്നത്. സേഫ് എന്ന് പറയുന്ന സ്കീം എന്താണ്? സേഫ്റ്റി ആൻഡ് കംപ്ലീഷൻ ഫണ്ട് ഫോർ എഡ്യൂക്കേഷൻ ആണ്. അതായത് SC വികസന ഫണ്ടാണ്. പണി പൂർത്തിയാകാത്ത വീട് ഒറ്റത്തവണ സുരക്ഷിത ഭവനമാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് സേഫ്. ഇനി നെയിം എന്ന് പറയുന്നത് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻ്റ് ആണ്. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ്. തൊഴിൽ നൽകുന്ന തൊഴിലുടമകൾക്കാണ് ഇവിടെ സാമ്പത്തിക ആനുകൂല്യം നോർക്ക നൽകുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി സമയം പദ്ധതി എന്ന് പറയുന്നത് സിവിൽ കേസുകളും ഗുരുതരമല്ലാത്ത ക്രിമിനൽ കേസുകളും അതിവേഗം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമയം പദ്ധതി. ദീപ്തി ബ്രെയിൽ എന്ന് പറയുന്നത് 40%-ഏറെ കാഴ്ച പരിമിതിയുള്ള 20 വയസ്സിന് മുകളിലുള്ളവർക്ക് ബ്രെയിൽ പരിശീലനമാണ് ദീപ്തി ബ്രെയിൽ. ഇനി KTEIC KTIC എന്നാണ് ഈ പദ്ധതി. കൊല്ലം ജില്ലയിലാണ്. ST യുവജനങ്ങളെ സംരംഭകരാക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് KTIC. ഇനി ജലമിത്ര പദ്ധതി റാന്നി സ്ഥലത്ത്, പത്തനംതിട്ട സ്ഥലത്ത് ആണ് ജലമിത്ര പദ്ധതി. കുളങ്ങളും നീർച്ചാലുകളും പുനരുജ്ജീവിപ്പിക്കുക, ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുക എന്നൊക്കെയുള്ളതാണ് ജലമിത്ര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി SCERT +1 IT ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറയുന്നതിൽ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. NIC എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. അതായത് കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് NIC. ഹബ്ബ് എന്ന് പറയുന്നത് നിരവധി കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ച് നെറ്റ്വർക്ക് രൂപീകരിക്കുന്നു. ഈ ഹബ്ബിലേക്ക് വരുന്ന ഡാറ്റ പാക്കറ്റുകളെ ഹബ്ബ് നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും അയക്കുന്നു. നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഹബ്ബ് അയക്കുന്നു. അതാണ് ഹബ്ബ്. സ്വിച്ച് എന്ന് പറയുന്ന ഹബ്ബ് പോലെ തന്നെ എന്നാൽ നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നെറ്റ്വർക്ക് രൂപീകരിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. ഇത് നോക്കി ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് മാത്രമാണ് സ്വിച്ച് അയക്കത്തുള്ളൂ. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിനെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. സ്വിച്ച് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് രൂപീകരിക്കുന്നതാണ്. ഇനി റൂട്ടർ എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ളതും ഒരേ പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്നതുമായ രണ്ട് നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്നതാണ് റൂട്ടർ എന്ന് പറയുന്നത്. ഗേറ്റ് വേ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്നതുമായ രണ്ട് നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്നതാണ് ഗേറ്റ് വേ. റൂട്ടറും ഗേറ്റ് വേയും ഒരേ ഫങ്ഷനാണ് ചെയ്യുന്നത്, പക്ഷെ ഒരേ പ്രോട്ടോക്കോളിലുള്ള സംഭവങ്ങളെയാണ് റൂട്ടർ കണക്ട് ചെയ്യുന്നത്, രണ്ട് നെറ്റ്വർക്കിനെയാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ വ്യത്യസ്ത പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന രണ്ട് നെറ്റ്വർക്കിനെയാണ് ഗേറ്റ് വേ കണക്ട് ചെയ്യുന്നത്. ഇനി റിപ്പീറ്റർ എന്താണ്? ഡാറ്റ സിഗ്നൽസ് സ്വീകരിച്ച് ആംപ്ലിഫൈ ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃസംപ്രേഷണം ചെയ്യുക എന്നതാണ് റിപ്പീറ്ററിൻ്റെ ഡ്യൂട്ടി. ഇത്രയുമാണ് ഡേ 2 പഠിക്കാനുള്ളത്. 2-3 വട്ടം കേട്ട് കഴിഞ്ഞാൽ തലയിൽ കയറും. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.